ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ HSCക്കും ഫിംഗർ പ്രിൻറ്റിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ PSC എക്സാംസിന് തന്നെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആർഗൺ 18 അറ്റോമിക് നമ്പർ 18 കൊടുത്തിട്ടുണ്ട്, മാസ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്. ആൻഡ് പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 കൊടുത്തിട്ടുണ്ട്, മാസ് നമ്പർ 40 കൊടുത്തിട്ടുണ്ട്. എന്നിവ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ഐസോടോപ്പുകളാണോ, ഐസോടോൺ ആണോ, ഐസോമർ ആണോ, ഐസോബാർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പൊതുവെ എക്സാംസിന് വരാറുണ്ട്. ഓക്കെ, ഒരു പെയർ ഓഫ് ആളുകളെ തന്നിട്ട് അത് ഐസോടോപ്പുകളാണോ, ഐസോ ബാറാണോ, അതോ ഇനി ഐസോകോർ ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള നമ്മളെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് തന്നിട്ടായിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. അപ്പം ജനറലി നിങ്ങൾ ഐസോടോപ്പും ഐസോബാറും അതുപോലെ തന്നെ ഐസോമേഴ്സും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നോക്കിക്കേ, ഐസോടോപ്പ് എന്താണ്? ഐസോടോപ്പ് എന്ന് പറയുന്നത് an isotope is a variation of an element that possesses the same atomic number but a different mass number. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണെന്നുണ്ടെങ്കിൽ ആറ്റം സെയിം ആയിരിക്കുമോ, ഡിഫറെൻ്റ് ആയിരിക്കുമോ? ആറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ ആറ്റം സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പ്രോട്ടിയം ഉണ്ട്, ഡ്യൂറ്റീരിയം ഉണ്ട്, ട്രീഷ്യം ഉണ്ട്. അതിൽ പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂറ്റീരിയത്തിൻ്റെയും ട്രീഷ്യത്തിൻ്റെയും അറ്റോമിക് നമ്പർ എത്ര തന്നെയാണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 1 തന്നെയാണ്. പിന്നെ എന്തിലാണ് വ്യത്യാസം വരുന്നത്? അവരുടെ മാസ് നമ്പറിലാണ് വ്യത്യാസം വരുന്നത്. ഹൈഡ്രജൻ്റെ കേസിൽ പ്രോട്ടിയത്തിൻ്റെ കേസിൽ അത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഡ്യൂറ്റീരിയത്തിൻ്റെ കേസിൽ അത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ട്രീഷ്യത്തിൻ്റെ കേസിൽ അത് 3 ആയിരിക്കും. കേട്ടോ? അപ്പം ഐസോടോപ്പുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ആറ്റം സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ മാസ് നമ്പർ വ്യത്യാസമായിട്ട് വരും. അങ്ങനെയുള്ളവരെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെയർ ഓഫ് ആളുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. കേട്ടോ, ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, എ ഗ്രൂപ്പ് ഓഫ് ഐസോടോപ്പ് ഓഫ് എനി എലമെന്റ് വിൽ ഓൾവേസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ സെയിം ആണല്ലോ, സോ പ്രോട്ടോൺസിന്റെ എണ്ണവും സെയിം ആയിരിക്കും, ഇലക്ട്രോൺസിന്റെ എണ്ണവും സെയിം ആയിരിക്കും. പിന്നെ എന്തിലായിരിക്കും വ്യത്യാസം വരിക? മാസ് നമ്പറിലാണ് വ്യത്യാസം വരിക. ആൻഡ് മാസ് നമ്പറിൽ വ്യത്യാസം വരണമെങ്കിൽ എന്തിലുള്ള വ്യത്യാസം കാരണമായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസിൽ വ്യത്യാസം വന്നതുകൊണ്ടാണ് മാസ് നമ്പറിൽ വ്യത്യാസം വന്നത്. കാരണം അറ്റോമിക് നമ്പർ സെയിം ആണ്, സോ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം സെയിം ആണ്. സോ മാസ് നമ്പർ വ്യത്യാസമാവണമെങ്കിൽ അവിടെ ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആളുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ജനറലി ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ സെയിം ആണോ? അല്ല. ഒരാളുടെ 18ഉം ഒരാളുടെ 19ഉം. അപ്പോൾ അത് ഐസോടോപ്പ് ആണോ? അല്ല, ഐസോടോപ്പ് അല്ല എന്നുള്ളത് മനസ്സിലായി. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഐസോടോപ്പുകൾക്ക് എപ്പോഴും സെയിം ആറ്റമാണ്. അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ സെയിം ആറ്റമാണ്. ഇവിടെ ഒരാൾ ആർഗൺ, ഒരാൾ പൊട്ടാസ്യം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇത് ഐസോടോപ്പുകൾ അല്ല എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ കെമിക്കൽ സ്പീഷീസ് ദാറ്റ് ഹാവ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. ഇനി മാസ് നമ്പർ സെയിം ആണ്, എന്നാൽ അറ്റോമിക് നമ്പർ വ്യത്യാസമായിട്ട് വരുന്നത്. അതായത് ഐസോടോപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നവരാണ് ആര്? ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐസോബാറിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, അതായത് ആറ്റംസ് വ്യത്യാസമാണ്, പക്ഷെ മാസ് നമ്പർ സെയിം ആണ്. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഐസോബാർസ് വിച്ച് ഡിഫർ ഇൻ ദെയർ അറ്റോമിക് നമ്പർ, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം ഐസോബാറുകളെ എടുത്താൽ അവരുടെ എന്ത് മാത്രമേ ഉള്ളൂ സെയിം ആയിട്ട് വരുന്നത്? മാസ് നമ്പർ മാത്രമേ സെയിം ആയിട്ട് വരുന്നുള്ളൂ. അവരുടെ അറ്റോമിക് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമാണ്, അവരുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമാണ്, അവരുടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസമാണ്, അവരുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും വ്യത്യാസമാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുന്നത്. അപ്പം ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി നിങ്ങൾ? ആറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, പക്ഷെ മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്ന ആളുകളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം വ്യത്യസ്ത ആളുകളാണ്. സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം, ഇവരുടെ എല്ലാം ആറ്റംസ് വേറേതായതുകൊണ്ട് തന്നെ
അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, പക്ഷെ മാസ് നമ്പർ നോക്കിക്കേ എല്ലാവരുടെയും എത്ര തന്നെയാണ് കൊടുത്തിട്ടുള്ളത്? 40. അപ്പം അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, ആറ്റംസ് വ്യത്യാസമാണ്, പക്ഷെ മാസ് നമ്പർ സെയിം ആയിട്ട് വന്നു. സോ ഇവരെന്താണ്? ഐസോ ബാറുകളാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ഐസോടോൺ. ഐസോടോൺ എന്ന് പറഞ്ഞാൽ ഐസോടോപ്പിൽ നിന്നും ഐസോബാറിൽ നിന്നും ഇത്തിരി വ്യത്യാസമായിട്ടുള്ള ആളുകളാണ് ഐസോടോൺ എന്ന് പറയുന്നത്. ഐസോടോണിന്റെ കേസിൽ അറ്റോമിക് നമ്പർ വ്യത്യാസമായിരിക്കും, മാസ് നമ്പറും വ്യത്യാസമായിരിക്കും. പിന്നെ അത് ഐസോടോണുകളാണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നോക്കിയാൽ മതി, അവർക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ന്യൂട്രോൺസിന്റെ എണ്ണം അവർക്ക് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആണ് എന്നുണ്ടെങ്കിൽ അവർ എന്തായിരിക്കും? ഐസോടോണുകളായിരിക്കും കേട്ടോ. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കാർബൺ 12, നൈട്രജൻ 13, ഓക്സിജൻ 14. ഈ 3 പേര് ഞാനൊന്ന് എടുത്ത് എഴുതുകയാണേ. കാർബൺ 12, നൈട്രജൻ 13, ഓക്സിജൻ 14. കാർബണിന്റെ മാസ് നമ്പർ 12, നൈട്രജന്റെ 13, ഓക്സിജന്റെ 14. ഇനി ഇവരുടെ അറ്റോമിക് നമ്പേഴ്സ് എന്താ? കാർബണിന്റെ 6 ആണ്, നൈട്രജന്റെ 7 ആണ്, ഓക്സിജന്റെ 8 ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ 3 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഐസോടോപ്പുകളല്ല, കാരണം ഇവരുടെ അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്, ആറ്റംസും വ്യത്യാസമാണ്. അപ്പം ഐസോടോപ്പ് അല്ല. ഇനി ഐസോ ബാർ ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്താണ്ടേ? മാസ് നമ്പറും വ്യത്യാസമായിട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഐസോ ബാറും ആണോ? അല്ല. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഐസോടോപ്പും അല്ല, ഐസോ ബാറും അല്ല. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഐസോടോൺ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഐസോടോൺ ആണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോണുകളെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? ആദ്യത്തെ കേസിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? മാസ് നമ്പർ 12 മൈനസ് അറ്റോമിക് നമ്പർ 6. എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഇനി ഇവിടെയോ മാസ് നമ്പർ 13, അറ്റോമിക് നമ്പർ 7. എത്ര കിട്ടി? 6 എന്ന് കിട്ടി അല്ലേ? ഇവിടെയോ മാസ് നമ്പർ 14, അറ്റോമിക് നമ്പർ 8. എത്ര കിട്ടി? 6 എന്ന് കിട്ടി. അപ്പം 3 എടുത്ത് നോക്കിക്കേ, ന്യൂട്രോണുകളുടെ എണ്ണം എത്ര കിട്ടി? 6 കിട്ടി. അറ്റോമിക് നമ്പർ വ്യത്യാസമായിരുന്നു, മാസ് നമ്പർ വ്യത്യാസമായിരുന്നു, ആറ്റങ്ങൾ വ്യത്യാസമായിരുന്നു, പക്ഷെ 3 പേരിലും ന്യൂട്രോൺസിന്റെ എണ്ണം 6 തന്നെ, സെയിം ആണ്. സോ ഇവരെ എന്തായിട്ട് കണക്കാക്കാം? നമുക്ക് ഐസോടോണുകളായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. ഇതിൽ ഐസോടോപ്പുകളും ഐസോബാറുകളും ഐസോടോണുകളും 3ഉം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഈ രീതിയിലാണ് ഐസോടോപ്പിനെ, ഐസോബാറിനെ, ഐസോടോണിനെ നമ്മൾ വേർതിരിച്ച് കണ്ടെത്തുക. ഓക്കെ, ഇനി ബോറോൺ 12ഉം കാർബൺ 13ഉം നോക്കിക്കേ, അതെന്തിന്റെ എക്സാമ്പിൾ ആണ് നോക്കിക്കേ. ബോറോൺ 12ഉം കാർബൺ 13ഉം. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5, കാർബണിന്റെ 6. അപ്പോൾ ഇവരുടെ നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. 12 5 പോയി, എത്ര കിട്ടി? 7 അല്ലേ? ഇവിടെയോ 13 നിന്ന് 6 പോയി, എത്ര കിട്ടി? 7 കിട്ടി. അപ്പം രണ്ടിടത്തും നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? രണ്ടിടത്തും 7 ആണ് കിട്ടിയിട്ടുള്ളത്. സെയിം ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ നമുക്ക് പറയാം ഈ ബോറോൺ 12ഉം കാർബൺ 13ഉം എന്തിന് എക്സാമ്പിൾ ആണ്? ഐസോടോണിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഐസോമേഴ്സ് ആണ് അല്ലേ? ഐസോമേഴ്സ് ആകുമ്പോൾ എന്താ? one of the 2 or more compounds, radicals or ions that have the same number of atoms of the same elements but different in structural arrangement and properties. അപ്പോൾ അവരുടെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റും അവരുടെ പ്രോപ്പർട്ടീസും വ്യത്യാസമായിട്ടുള്ളവരെയാണ് ഐസോമേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് യൂഷ്വലി ചോദിക്കുക ഐസോടോൺ, ഐസോബാർ ആൻഡ് ഐസോടോപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എന്തല്ല? ഐസോടോപ്പ് അല്ല. ദെൻ മാസ് നമ്പർ നോക്കിയപ്പോൾ എന്താണ്? സെയിം ആണ്. മാസ് നമ്പർ സെയിം ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാം എന്താണിത്? ഐസോ ബാർ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ മാസ് നമ്പറും വ്യത്യാസമായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചതിൻ്റെ? ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിച്ചതിന്, എന്നിട്ട് നോക്കിയേനെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഐസോടോൺ ആണ് എന്ന് ഉറപ്പിച്ചേനെ കേട്ടോ. അപ്പോൾ ഇവിടെ മാസ് നമ്പർ സെയിം ആയതുകൊണ്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്താണിത്? ഐസോ ബാർ ആണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്മൾ
നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന ഒരു പോർഷനാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. 4 ആണോ 3 ആണോ 5 ആണോ 1 ആണോ? ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചോദിക്കാം, വാട്ടറിന്റെ ചോദിക്കാം, ബെൻസീനിന്റെ ചോദിക്കാം, അങ്ങനെ പല മോളിക്യൂളിന്റെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ CO2 തന്മാത്രയിലുള്ള വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് എന്നാണ് ചോദ്യം. 4 ആണോ 3 ആണോ 5 ആണോ 1 ആണോ? ഓക്കെ, അപ്പം ഈ ഒരു വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ സാധാരണ എക്സാംസിന് വരാറുള്ളതാണ്. ചിലപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ടായിരിക്കും, ചിലപ്പോൾ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിരിക്കും, ചിലപ്പോൾ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നോക്കുക എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് പല ചോദ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ജസ്റ്റ് നോക്കിക്കേ. Okay, a molecule which contains n atomic nuclei, there are 3n degrees of freedom. അപ്പം ഒരു തന്മാത്രയിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? 3 × n. n എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് എത്ര തന്മാത്രകളുണ്ട് അല്ലെ, എത്ര ആറ്റങ്ങളുണ്ടോ അവരുടെ എണ്ണമാണ് n. ഇപ്പം CO2 ടോട്ടൽ, ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഈ പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ കാര്യമാണ്. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 3n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്. CO2ൽ എത്ര പേരുണ്ട്? ഒരു കാർബൺ 2 ഓക്സിജൻ, 3 പേരുണ്ട് അല്ലേ? അപ്പോൾ അവിടുത്തെ 3n വാല്യൂ എന്താ വരിക? 3 × 3 = 9. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് വന്നേനെ? ആൻസർ 9 വന്നേനെ. ഇനിയിപ്പോൾ ബെൻസീൻ C6H6ന്റെ കേസിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3n. ഇവിടെ n എത്രയാ? 6 6 12. അപ്പം എന്ത് വന്ന്? 12 × 3 എത്ര വന്ന്? 36. അതേപോലെ ഓരോ തന്മാത്രകളുടെ കേസിലും നമുക്ക് 3n എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് കണക്കാക്കാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാം. ആദ്യത്തെ പോയിന്റ് എഴുതി വെച്ചിരിക്കുക. അടുത്തത്, ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ മോളിക്യൂൾ ഹാസ് 3 ഇൻഡിപെൻഡന്റ് ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ എ നോൺ ലീനിയർ മോളിക്യൂൾ ഇൻ ഇറ്റ്സ് ഇക്വിലിബ്രിയം. അതിന് മുന്നേ ഇത് നോക്കുക. ഇനി നമ്മൾ പറഞ്ഞു 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് തന്നെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനകത്ത് തന്നെ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. 3 പേരുണ്ട്. ഓക്കെ, അതിൽ എപ്പോഴും ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം എത്രയായിരിക്കും? ഈ 3n ടോട്ടലിനകത്ത് 3 പേര് എപ്പോഴും എന്തായിരിക്കും? ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അതിന് തന്മാത്രകൾ ലീനിയർ തന്മാത്രകളാണ് എന്നുണ്ടെങ്കിലും നോൺ ലീനിയർ തന്മാത്രകളാണ് എന്നുണ്ടെങ്കിലും ഇതിൽ വ്യത്യാസമൊന്നും വരത്തില്ല. ലീനിയർ തന്മാത്രകളായാലും നോൺ ലീനിയർ തന്മാത്രകളായാലും ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം എത്രയേ വരുള്ളൂ? എപ്പോഴും 3 ആയിരിക്കും വരിക. ഓക്കെ, ഇനി റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്ന സമയത്ത് നോൺ ലീനിയർ മോളിക്യൂൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ലീനിയർ ആയിട്ടുള്ള ഒരാളെ അല്ല, നോൺ ലീനിയർ സ്ട്രക്ചർ വരുന്ന ഒരാളെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആയിരിക്കും. ആർക്കാണ്? നോൺ ലീനിയർ ആയിട്ട് വരുന്ന ഒരാൾക്ക്. ഇപ്പോൾ വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്താ വരിക? ബെൻഡ് ഷേപ്പ് ആണ് അല്ലേ? ഇപ്പോൾ ലീനിയർ ആണോ? അല്ല. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ലീനിയർ സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആയിരിക്കില്ല. എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പം നോൺ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 വരും. ലീനിയർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എണ്ണം എത്ര വരും? 2 വരും. ഇനി വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പോൾ എങ്ങനെ കണക്കാക്കാം നമുക്ക്? ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n ആണ്. അതിൽ നിന്നും ട്രാൻസ്ലേഷണലും റൊട്ടേഷനിലും കൂടെ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും അല്ലേ? അപ്പം
ആദ്യം നോൺ ലീനിയറിൻ്റെ കേസിൽ നോക്കിക്കേ. നോൺ ലീനിയറിൻ്റെ കേസിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെ കണക്കാക്കാം? ടോട്ടൽ 3n, അതിൽ നിന്നും റൊട്ടേഷനും ട്രാൻസ്ലേഷനും എത്ര വീതമാണ്? ട്രാൻസ്ലേഷനിൽ 3, റൊട്ടേഷനിൽ എത്ര? 3. അപ്പോൾ എന്ത് കിട്ടി? 3n - 6 എന്ന് കിട്ടി. അപ്പം നോൺ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 3n - 6 ആണെന്ന് കിട്ടി. ഇനി ലീനിയറിൻ്റെ കേസിലോ? ലീനിയറിൻ്റെ കേസിലോ ടോട്ടൽ 3n, അതിൽ നിന്നും ട്രാൻസ്ലേഷണൽ 3ഉം റൊട്ടേഷനിൽ എത്രയാണ്? 2. അപ്പോൾ എത്ര വന്ന്? 3n - 5 എന്ന് വന്നു. ഓക്കെ, അപ്പം ഇൻ എഫക്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നോൺ ലീനിയർ മോളിക്യൂൾ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ 3n - 6 ആണ്. ഇനി ലീനിയർ മോളിക്യൂളിൻ്റെ കേസിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ 3n - 5 ആണ്. ഓക്കെ, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ. നോൺ ലീനിയർ മോളിക്യൂളും ഒരു ലീനിയർ മോളിക്യൂളൂടെ കൺസിഡർ ചെയ്യുന്നു. 3ൻ്റെ കേസിലും ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതുപോലെ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ലീനിയർ ആയാലും നോൺ ലീനിയർ ആയാലും ടോട്ടൽ എത്രയാണ്? 3n ആണ്. ഇനി ട്രാൻസ്ലേഷണൽ ലീനിയർ ആയാലും നോൺ ലീനിയർ ആയാലും എത്ര തന്നെയാണ്? 3 ആണ്. റൊട്ടേഷണൽ നോൺ ലീനിയർ ആണെങ്കിൽ 3 ആണ്, ലീനിയർ ആണെങ്കിൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ വൈബ്രേഷനിൽ എത്ര? ടോട്ടൽ 3nൽ നിന്നും ഈ 3 + 3 6 കുറയ്ക്കുന്നതാണ് നോൺ ലീനിയറിൻ്റെ കേസിലെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ലീനിയർ ആകുമ്പോഴത്തേനോ ടോട്ടൽ 3n ആണ്, അതിൽ നിന്നും 3 + 2 5 കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി ഞാൻ 2 എക്സാമ്പിൾസ് എടുക്കുകയാണ്. ആദ്യം വാട്ടറിൻ്റെ കേസ് നോക്കാം. വാട്ടറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ബെൻഡ് ഷേപ്പാണ് വരുന്നത് അല്ലേ? വാട്ടറിൻ്റെ സ്ട്രക്ചർ ബെൻഡ് ഷേപ്പാണ് വരുന്നത്. അപ്പം എന്താ ലീനിയർ ആണോ? അല്ല. വാട്ടർ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ് അല്ലേ? അപ്പോൾ അവരുടെ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെ കണക്കാക്കാം? 3n. n എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 3 ആറ്റങ്ങളുണ്ട്. അപ്പം 3 × 3 എത്ര വന്നു? 9 എന്ന് വന്നു. ഓക്കെ, ഇനി വാട്ടറിൻ്റെ കേസിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 3. അത് എല്ലാവരുടെ കേസിലും 3 ആയിരിക്കും. റൊട്ടേഷനലോ? ഇത് നോൺ ലീനിയർ ആയതുകൊണ്ട് 3 റൊട്ടേഷണൽ ഉണ്ട്. ഓക്കെ, ഇനി വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമോ എത്രയാ? നോൺ ലീനിയർ ആയതുകൊണ്ട് 3n - 6 കണക്കാക്കണം. 3n എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, 9 - 6 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നോൺ ലീനിയർ മോളിക്യൂൾ ആണ്, അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടി? 3 കിട്ടി. ഇനി നമുക്കൊരു ലീനിയർ ആയിട്ടുള്ള ഒരാളെ കൺസിഡർ ചെയ്യാം. ലീനിയർ ആയിട്ട് നമുക്കറിയാവുന്ന ആൾ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയാളുടെ കേസിൽ എങ്ങനെ വരും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ലീനിയർ തന്മാത്രയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കേസിൽ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n ആണ്. n 1 2 3 ആണ്. സോ 3 × 3 9. ഇനി ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എപ്പോഴും 3 ആയിരിക്കും. റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമോ? ഇത് ലീനിയർ ആയതുകൊണ്ട് റൊട്ടേഷനിൽ എത്രയേ വരുള്ളൂ? 2 വരുള്ളൂ. ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തേ വരുള്ളൂ? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ ലീനിയറിൻ്റെ കേസിൽ 3n - 5 ആണ്. സോ എന്ത് വരും? 3n എന്ന് പറയുന്നത് 9 ആണ്. 9 - 5 എന്ത് വന്നു? 4 വന്നു. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് അവരുടെ കേസിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര കിട്ടി? നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലോട്ട് പോവാം. എന്താ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്?
3n minus 5 equal to 9 minus 5 equal to 4 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇപ്പം ഈ ഒരു ബോർഡിൽ വരച്ചിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഇപ്പം ലീനിയറിൻ്റെ കേസിൽ നോൺ ലീനിയറിൻ്റെ കേസിൽ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷൻ കൂടിയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വേറെ എക്സാമ്പിൾസ് നിങ്ങൾ ഇതുപോലെ കളക്ട്, ഇപ്പോൾ ബെൻസീന് അല്ലെന്നുണ്ടെങ്കിൽ SO2, HCl, അങ്ങനെ പല എക്സാമ്പിൾസ് എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക, അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കുക. എക്സ്പ്രഷൻ ഫോർ ദി ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ. ഓക്കെ, എന്തായിരുന്നു ചോദ്യം? എക്സ്പ്രഷൻ ഫോർ ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പെർ മോൾ. ഓക്കെ, ഹാഫ് RT ആണോ, 3/2 RT ആണോ, 3/2 KT ആണോ, ഹാഫ് KT ആണോ എന്നാണ് ചോദ്യം. ഒരു വാതക തന്മാത്രയുടെ ശരാശരി ട്രാൻസ്ലേഷണൽ ഗതികോർജം എന്താണ് എന്നാണ് ചോദ്യം. ഹാഫ് RT, 3/2 RT, 3/2 KT, ഹാഫ് KT. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 nRT ആണ്. ഓക്കെ, n നമ്പർ ഓഫ് മോൾസിന്റെ കേസിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 nRT ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് കൈനറ്റിക് എനർജി പെർ മോൾ അപ്പം എന്ത് വരും? n നമ്പർ ഓഫ് മോൾസിന്റെ കേസിൽ 3/2 nRT ആണെന്നുണ്ടെങ്കിൽ ഒരു മോളിന്റെ കേസിൽ ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതിയല്ലോ. അപ്പം എന്ത് കിട്ടി? 3/2 RT എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു മോളിന്റെ കേസിലുള്ളത് എന്ത് വന്നു? 3/2 RT എന്ന് വന്നു. ഓക്കെ, ഇനി ഒരു മോളിക്യൂളിന്റെ കേസിലായപ്പോഴത്തേനോ, ഒരു മോളിക്യൂളിന്റെ കേസിലാവുമ്പോഴത്തേന് പെർ മോളിക്യൂൾ ആവുന്ന കേസിൽ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് R/N എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3/2 KT എന്ന് കിട്ടും. K എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ എന്താ? ഈ R ഡിവൈഡഡ് ബൈ NA അവഗാഡ്രോ നമ്പർ ആണ് കേട്ടോ. ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ് K എന്ന് പറയുന്ന ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3/2 KT എന്ന് കിട്ടി കേട്ടോ. കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് 3/2, ഇവിടെ നോക്കിക്കേ, പെർ മോളും ഉണ്ട്. നമുക്ക് ചോദ്യത്തിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പെർ മോളാണ് കേട്ടോ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് പെർ മോളും പെർ മോളിക്യൂളും നോക്കി വെച്ചേക്കുക. പെർ മോളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 3/2 nRT ആണ്. അത് n നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഒരു മോളിൻ്റെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? 3/2 nRT ഡിവൈഡഡ് ബൈ n ചെയ്യണം. എന്ത് കിട്ടി? 3/2 RT എന്ന് കിട്ടി. ഓക്കെ, ഇതെന്താണ്? പെർ മോൾ, കൈനറ്റിക് എനർജി പെർ മോൾ. ഇനി പെർ മോളിക്യൂൾ ആണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് R/N എന്ത് കിട്ടി? K എന്ന് കിട്ടി. അപ്പോൾ 3/2 KT. അത് ആരുടെ കേസിൽ? പെർ മോളിക്യൂളിന്റെ കേസിൽ. ആൻഡ് ഇതാരുടെ കേസിലാണ്? ഇതാരുടെ കേസിലാണ്? പെർ മോളിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്തായിരുന്നു ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്രഷൻ ഫോർ ദി ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് പെർ മോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്ത് വന്നു? ഓപ്ഷൻ ബി 3/2 RT ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ 3 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ തിയറീസും കാര്യങ്ങളും മേജർ പോയിന്റ്സും എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.